ഇത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഗോതമ്പ് പൊടിയും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും കൂടെ ഞാൻ ഇങ്ങനെ ഒരു അരിപ്പയിൽ നന്നായിട്ട് അരിച്ചെടുത്ത് വെച്ചിരിക്കുകയാണ്. 1 ഗ്ലാസ് ഗോതമ്പ് പൊടിക്ക് 1/2 ഗ്ലാസ് ആണ് നമുക്ക് പഞ്ചസാരയും മാങ്ങയും വെളിച്ചെണ്ണയും കൂടെ മിക്സിയിലിട്ട് അടിച്ചെടുത്ത് ഒഴിക്കേണ്ടത്. 1/2 കപ്പ് എണ്ണ, 1/2 കപ്പ് പഞ്ചസാര, 1/2 കപ്പ് മാങ്ങ, ഇത് മൂന്നും കൂടെ അടിച്ച് മിക്സിയിൽ അടിച്ചെടുക്കണം. അതാണ് വെറ്റ് ഇൻഗ്രീഡിയന്റ്. ഡ്രൈ ഇൻഗ്രീഡിയന്റ് എന്ന് പറഞ്ഞാൽ ഗോതമ്പ് പൊടി, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, പിന്നെ ഇതിനകത്ത് കുറച്ച് വാനില എസൻസ് കൂടെ ഒഴിച്ചിട്ടുണ്ട്. അത് എത്രത്തോളം ബ്ലെൻഡായി പോകും അറിയാത്താണ് ശകലം ഒഴിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊന്ന് അടിച്ചെടുത്തോണ്ട് വരാം. അപ്പൊ ഇതൊന്ന് മിക്സ് ആക്കി എടുക്കട്ടെ കേട്ടോ, ഡ്രൈയും വെറ്റ് ഇൻഗ്രീഡിയൻസ്. ഇത് ഇങ്ങനെ ആയിട്ടുണ്ട്. ഞാനിതൊന്ന് എന്താ പറയാ ബേക്ക് ചെയ്ത് എടുക്കാനായിട്ട് പോവാണ്. എനിക്കറിയില്ല എന്താകും എന്നുള്ളത്. ഞാൻ മാംഗോ കേക്ക് ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതിന് മുന്നേ നമ്മള് പഴം കേക്കൊക്കെ ഉണ്ടാക്കി എല്ലാം വൻ സക്സസ് ആയിരുന്നു. ഇതിന്റെ ഒരു എനിക്ക് അറിയില്ല സത്യത്തിൽ എല്ലാം കറക്റ്റ് ആണോ. ഞാൻ എന്തായാലും ഉണ്ടാക്കട്ടെ. ഒരു 3/4 മണിക്കൂറാണ് ഞാൻ ഇത് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. 3/4 മണിക്കൂർ ആയിട്ടുണ്ട്. ഇത് തണുത്ത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് നമ്മുടെ കേക്ക്. അസാധ്യ ടേസ്റ്റ്. ഞാൻ പറയട്ടെ, നമ്മുടെ ഈ തിരയൊക്കെ ഇല്ലേ, തിരയൊക്കെ ഉണ്ടാക്കുമല്ലോ പഴുത്ത മാങ്ങ വെച്ച്, അതേ സ്വാദ്. ഇതിന്റെ ടെക്സ്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് സോഫ്റ്റ് ഉണ്ണിയപ്പത്തിന്റെ ടെക്സ്ചർ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ മാംഗോ കേക്ക്. ഞാനും ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. അപ്പൊ ബൈ. എല്ലാവരും ഇപ്പൊ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം. ഞാൻ ആദ്യമായിട്ടാണ് മാംഗോ കേക്ക് കഴിക്കുന്നത്. ഞാൻ ഇതുവരെ കഴിച്ചിട്ടുള്ളതെന്ന് വെച്ചിട്ട് ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കി സ്വന്തമായിട്ട് പുതിയത്തിൽ പറയാന്ന് വിചാരിക്കട്ടെ. പക്ഷെ ഞാൻ പറയാണ്, ഭയങ്കര ഡെലീഷ്യസ് ആണ്. എല്ലാവരും മസ്റ്റായിട്ട് മാംഗോ കേക്ക് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റം ആണ് കേട്ടോ. മാംഗോ കയ്യിൽ കിട്ടുമ്പം